നമസ്കാരം, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് PSC സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഗോദാവരി നദിയാണ് പഠിക്കുന്നത്. വരച്ച് കാണിച്ചാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനും കാണാൻ ശ്രമിക്കണം. നമ്മൾ ഇതിനു മുമ്പ് കുറേ നദികൾ പഠിച്ചു. ആ നദികൾ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഗോദാവരി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് പശ്ചിമഘട്ടം. ഇത് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനമാണ്. ഇത് ഛത്തീസ്ഗഡ്. ഈ ഉള്ളിൽ വരുന്ന എല്ലാത്തിൻ്റെ നടുക്ക് വരുന്നതാണ് തെലുങ്കാന. ഇത് കർണാടക, ഇത് ആന്ധ്ര. അപ്പൊ ഈ സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോ, എന്നാലേ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ കാണാപ്പാടം അല്ല പഠിക്കുന്നത്, മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അപ്പൊ പശ്ചിമഘട്ടം ഓക്കെ അല്ലേ? പശ്ചിമഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഈ ഭാഗത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, ഒരു ജില്ലയുണ്ട്. ആ ജില്ലയുടെ പേരാണ് നാസിക്. ആ ജില്ലയുടെ പേരാണ് നാസിക്. വളരെ ഫേമസ് ആയ സ്ഥലമാണ് നാസിക്. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നാസിക് ആണ്, ഗ്രേപ്പ് സിറ്റി ഓഫ് ഇന്ത്യ. ഈ നാസിക് എന്ന് പറയുന്ന ജില്ല ഈ ഭാഗത്താണെന്ന് വിചാരിക്കുക. ആ ജില്ലക്കുള്ളിലായിട്ട് ഒരു മലയുണ്ട്, ഒരു ഹില്ലുണ്ട്. പശ്ചിമഘട്ടത്തിലാണ് കേട്ടോ ആ ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. ആ ഹില്ലിന്റെ പേരാണ് ത്രയംബകേശ്വർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഹില്ലിന്റെ പേരാണ് ത്രയംബകേശ്വർ. ത്രയംബകേശ്വർ. ഈ ത്രയംബകേശ്വർ എന്ന് പറയുന്ന മലനിരകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ നദിയുടെ ഒറിജിൻ. അപ്പൊ നോക്കിയേ, എക്സാമിന് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിയാൽ മതിയല്ലോ. ഓപ്ഷനിൽ ചിലപ്പോൾ നാസിക് എന്ന് മാത്രമേ വരത്തുള്ളൂ, ചിലപ്പോൾ ത്രയംബകേശ്വറിനെ വരത്തുള്ളൂ. ഇനി പരീക്ഷ വളരെ വളരെ സിമ്പിൾ ആണെങ്കിൽ ഈ മൊത്തത്തിൽ ഈ മൗണ്ടൻ റേഞ്ചിന്റെ പേരേ വരത്തുള്ളൂ, പശ്ചിമഘട്ടം. ഇപ്പൊ എക്സാമ്പിൾ, ഗോദാവരി നദി ഉത്ഭവിക്കുന്ന എവിടെ? അപ്പൊ ഓപ്ഷൻ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അമർകണ്ടക് പീഠഭൂമി, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ പശ്ചിമഘട്ടം എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ ത്രയംബകേശ്വർ, മഹാബലേശ്വർ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ ത്രയംബകേശ്വർ എഴുതി കൊടുക്കുക. ഓക്കെ. അപ്പൊ ഈ ത്രയംബകേശ്വറിൽ നിന്ന് ഒരു നദി ഗോദാവരി ഇങ്ങനെ ഉത്ഭവിച്ചൊഴുകുന്നു. അപ്പൊ ആദ്യം ഒഴുകുന്ന മഹാരാഷ്ട്രയിലാണ്. പിന്നെ ഇത് കടക്കാൻ പോകുന്നത് തെലുങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തോട്ടാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡാർക്കായിട്ട് വരക്കാം. ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, തെലുങ്കാന. പിന്നെ തെലുങ്കാനയിൽ കുറച്ച് ദൂരം ഒഴുകി നേരെ തെലുങ്കാന, ഛത്തീസ്ഗഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലൂടെ കടന്നു പോകും. ഛത്തീസ്ഗഡിൽ ഇത് വളരെ കുറച്ച് ദൂരം ഒഴുകുന്നുണ്ട്. പിന്നെ നേരെ ആന്ധ്രയിലോട്ട് കടന്നു. ആന്ധ്രയിൽ വെച്ച് ഈ കടലിൽ പോയി പതിക്കുന്നു. ഏത് കടലിൽ? ബംഗാൾ ഉൾക്കടലിൽ. ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ആന്ധ്ര. അപ്പൊ ഗോദാവരി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, തെലുങ്കാന. കാണാപ്പാടം പറയണ്ട, ഏകദേശം ഈ മാപ്പ് നോക്കി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ മതി. മഹാരാഷ്ട്ര, തെലുങ്കാന, പിന്നെ ഛത്തീസ്ഗഡിന്റെ കുറച്ച് ഭാഗം ഒഴുകുന്നുണ്ടല്ലോ. അപ്പൊ ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന മഹാരാഷ്ട്രയാണ്. ഇങ്ങനെ ആ ചോദ്യം ഒന്നും ഇമ്പോർട്ടന്റ് ആയ ചോദ്യമല്ല. മെയിൻ ചോദ്യങ്ങൾ നോക്കിയേ. ഗോദാവരി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പൊ അതിനുമുമ്പ് ഒരു കാര്യം പറയാം, ഗോദാവരിയുടെ നീളം പഠിക്കാം. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. അതിന്റെ കൂടെ ഒരു സംഖ്യ കൂടി പഠിക്കാം, 1400 കിലോമീറ്റർ. ഇത് കൃഷ്ണ നദിയുടെ നീളമാണ്. ഈ കൃഷ്ണയും ഗോദാവരിയും കാവേരിയും തുടങ്ങി ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. കൃഷ്ണ നദിയൊക്കെ വരക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി തൊട്ട് ഗോദാവരിക്ക് സൗത്തിൽ വരാൻ പോകുന്ന കൃഷ്ണ, പിന്നെ വരാൻ പോകുന്ന കാവേരിയൊക്കെയാണ്. അപ്പൊ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഈ 3 നദികളല്ല ഉത്ഭവിക്കുന്നത്, ഒരുപാടെണ്ണം ഉത്ഭവിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ ഇവിടം വരെ ഉണ്ടല്ലേ പശ്ചിമഘട്ടം. ഓക്കെ. അപ്പൊ ഈ പശ്ചിമഘട്ടത്തിൽ ഈ ഭാഗത്തായിട്ട് ഒരു സംസ്ഥാനമുണ്ട്, നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 44 ഉത്തരം അല്ലെ. ഈ 44 നദിയും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് 3 നദികളല്ല, ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ആ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോങ്ങസ്റ്റ് റിവർ ഗോദാവരിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ ലോങ്ങസ്റ്റ് റിവർ വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം വെസ്റ്റേൺ ഘട്ട് എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇത് ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ? ഞാൻ ഈ മാപ്പ് അല്ലാണ്ട് ഒരു റഫ് മാപ്പ് വരച്ചു തരാം. ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ കണ്ടു. ഇത് പശ്ചിമഘട്ടമാണ് കേട്ടോ. ഇത് പശ്ചിമഘട്ടമാണ്. ഇത് പൂർവ്വഘട്ടം എന്ന് പറയുന്ന ഒരു മൗണ്ടൻ റേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതൊരു പീഠഭൂമിയാണ്. ഇതിന്റെ ഉള്ളിലായിട്ട് വരുന്നത് ഇതൊരു പീഠഭൂമിയാണ്. ഈ പീഠഭൂമിയുടെ പേരാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി. നമ്മൾ നർമ്മദ പഠിച്ചപ്പോൾ ഇതേപോലത്തെ ഒരു ചോദ്യം പഠിച്ചു. ഇത് ഇങ്ങനെയാണ് നർമ്മദ ഒഴുകുന്നത്. അപ്പൊ നർമ്മദ അങ്ങനെ ഒഴുകുമ്പോൾ ഈ ഭാഗത്തൊരു പീഠഭൂമി ഉണ്ട്, അതിന്റെ പേരാണ് മാൾവ പീഠഭൂമി.
ഇതിവിടെ വരും മാൾവ പീഠഭൂമി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും, മാൾവ എന്നാണ് പേര്, മാൾവ പീഠഭൂമിയെയും ഡെക്കാൻ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി നർമ്മദയാണ്. അപ്പൊ ഇത് പശ്ചിമഘട്ടമാണല്ലോ, ഇത് പശ്ചിമഘട്ടം അല്ലേ? പശ്ചിമഘട്ടം എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ച് ആണ്. ഞാൻ ഈ പച്ചയായിട്ട് വരച്ചു വെച്ച് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിച്ചൊഴുകുന്നത്. ഇപ്പൊ പറഞ്ഞു. കൃഷ്ണയും അങ്ങനെ തന്നെയാണ്, കാവേരിയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഒഴുകുന്ന 44 നദികളും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ചോദ്യങ്ങളൊക്കെ നോക്കിയേ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. കുറച്ച് മുന്നേ പറഞ്ഞു, പശ്ചിമഘട്ടം എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പശ്ചിമഘട്ടം എന്ന് ഉത്ഭവിക്കുന്ന ലോങ്സ്റ്റ് നദി ഗോദാവരിയാണ്. ഇത് ഡെക്കാൻ പീഠഭൂമിയല്ലേ? നോക്കിയേ, ഡെക്കാൻ പീഠഭൂമിയാണ്. ഞാൻ ഇവിടെ വരക്കാത്തതിന്റെ കാര്യം, ഇവിടെ സംസ്ഥാനങ്ങൾ വരച്ചു വെച്ചതുകൊണ്ട് സംശയം വരും ഇനിയൊരു ഇതുപോലെ പീഠഭൂമി വരക്കുമ്പോൾ. അതാണ് ഇങ്ങോട്ട് മാറ്റി വരച്ചത്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. എളുപ്പമല്ലേ? അതും ഗോദാവരി അല്ലേ? രണ്ടാമത്തെ ചോദിച്ചാൽ കൃഷ്ണയാണ് കേട്ടോ. അതാണ് കൃഷ്ണയുടെ നീളം ഇവിടെ വരച്ചു വെച്ചേക്കുന്നതിന്റെ കാര്യം, എഴുതി വെച്ചേക്കുന്നതിന്റെ കാര്യം. അപ്പോ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി കൃഷ്ണ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ചോദിച്ചാലും കൃഷ്ണ തന്നെ. ഇതിന്റെയൊക്കെ ഒന്നാമത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗോദാവരി. അപ്പൊ 2 ചോദ്യങ്ങൾ കിട്ടി. പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള ലോങ്സ്റ്റ് നദിയാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെയാണ്. ഇനി നർമ്മദ ഇവിടെ വരച്ചു വെച്ചതിനൊരു കാര്യമുണ്ട്. നർമ്മദയിൽ ആ ചോദ്യം പഠിച്ചു. നർമ്മദക്ക് നോർത്തിലാണ് നോർത്ത് ഇന്ത്യ. ഇത് നർമ്മദയാണ്, ഇത് നർമ്മദയാണ്, നർമ്മദ. ഓക്കെ, നർമ്മദക്ക് നോർത്തിലാണ് നോർത്ത് ഇന്ത്യ, നർമ്മദക്ക് സൗത്തിലാണ് സൗത്ത് ഇന്ത്യ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നദികളൊക്കെ സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറയാം. ഏതൊക്കെ? കേരളത്തിലെല്ലാം പ്ലസ് ഗോദാവരി സൗത്ത് ഇന്ത്യൻ ആണ്, കാവേരിയും കൃഷ്ണയും ഒക്കെ സൗത്ത് ഇന്ത്യൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ സൗത്ത് ഇന്ത്യൻ നദി ഗോദാവരിയാണ്. കണ്ടോ എന്തുമാത്രം എളുപ്പമാണ് ആ ചോദ്യം. അതായത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഞാനിവിടെ സൗത്ത് ഇന്ത്യ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. 3 ചോദ്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലോങ്സ്റ്റ് നദി ഗോദാവരി, ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി തന്നെ. കണ്ട, കാണാപ്പാടം പഠിക്കുന്നില്ല, മനസ്സിലാക്കിയേ പഠിക്കുന്നുള്ളൂ. അടുത്ത ചോദ്യം നോക്കിയേ. ഗംഗ എന്ന് പറയുന്ന നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇങ്ങനെയാണ് ഒഴുകുന്നത്, വരക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ ഗംഗ 2 രാജ്യങ്ങളിലാണ് ഒഴുകുന്നത്. ഗംഗ നമ്മൾ വളരെ വൃത്തിയായിട്ട് വരച്ച് പഠിച്ചാണ്. ഗംഗ ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവും. 2 രാജ്യങ്ങളാണ് ഗംഗ ഒഴുകുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്, ഒരു സംശയവുമില്ല. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ പുണ്യ നദി, ഇന്ത്യയുടെ ജീവരേഖ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. കാരണം 25 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? ഈ സംഖ്യ വെച്ച് പറയാൻ പറ്റുമല്ലോ. അത് നർമ്മദ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ സംശയം വരാം. അപ്പൊ നർമ്മദ സംഖ്യ ഓർത്ത് വെച്ചോ, 1312 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സംശയമൊന്നും വേണ്ടല്ലോ. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ, 25 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഈ സംഖ്യ വെച്ചൊന്ന് പറഞ്ഞേ, ഗോദാവരിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സെക്കൻഡ് നദിയാണ് ഗോദാവരി. 3rd നദി ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ, എളുപ്പം. 4th നദി ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ, അതും എളുപ്പം. അങ്ങനെ അങ്ങോട്ടൊന്നും ചോദിക്കത്തില്ല. ഒരു മാക്സിമം ഒരു 3 നമ്പർ വരെ, 2 നമ്പർ വരെ ചോദിക്കാറുള്ളൂ. അടുത്ത ചോദ്യം, ഗംഗ 2 രാജ്യങ്ങളിലാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയാൻ ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ആവാനാണ് ഇങ്ങനെ പറയുന്നത്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് ഗംഗ ഒഴുകുന്നത്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഗംഗ പൂർണ്ണമായും ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നദിയാണ്, ശരിയോ തെറ്റോ? ഒന്ന് പറഞ്ഞേ. തെറ്റാണ്. കാരണം ഗംഗ ബംഗ്ലാദേശിൽ ഒഴുകുന്നുണ്ട്, പൂർണ്ണമായും ഇന്ത്യയിലല്ല. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല, PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. പൂർണ്ണമായിട്ടും കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ മാത്രം ഒഴുകുന്ന ലോങ്സ്റ്റ് നദി. ഈ മാപ്പ് കണ്ട് പറയാൻ പറ്റുമല്ലോ. ഈ ഭാഗത്തൊക്കെ ഒഴുകുന്ന നദികൾക്ക് വേറെ രാജ്യങ്ങളിലോട്ട് പോകാനുള്ള വകുപ്പില്ല. ഒന്നില്ലെങ്കിൽ അറബിക്കടലിൽ പോയി പതിക്കണം, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കണം, അതുമല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോയി പതിക്കണം.
അപ്പോൾ എളുപ്പമല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇത് ഇന്ത്യയിൽ മാത്രമേ ഒഴുകുന്നുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇത്രയും ചോദ്യങ്ങൾ കാണാപ്പാടമല്ല നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയാണ് പഠിച്ചത്. ഒരിക്കൽ കൂടി പറയാം, ഇതാണ് പശ്ചിമഘട്ടം. ഓക്കെ, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗംഗ ഉത്ഭവിക്കുന്ന ഹിമാലയത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ സംശയമില്ലല്ലോ. ലോങ്ങസ്റ്റ് റിവർ വിച്ച് ഒറിജിനേറ്റ്സ് ഫ്രം വെസ്റ്റേൺ ഘട്ട് ഗോദാവരി. ഗോദാവരി നമ്മളിപ്പോൾ ഗോദാവരി ഹെഡിങ് എഴുതിയതിനെ കുറിച്ചാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റു മനസ്സിലായല്ലോ, ട്രയാങ്കിൾ ഷേപ്ഡ് പ്ലാറ്റു ആണ് ഡെക്കാൻ പ്ലാറ്റു. ഡെക്കാൻ പ്ലാറ്റുവിലൂടെ ഒഴുകുന്ന ലോങ്ങസ്റ്റ് നദിയും ഗോദാവരി. സെക്കൻഡ് ലോങ്ങസ്റ്റ് ചോദിച്ചാൽ കൃഷ്ണ. പശ്ചിമഘട്ടത്തിലെയും സെക്കൻഡ് ലോങ്ങസ്റ്റ് ചോദിച്ചാൽ കൃഷ്ണ, സംശയമൊന്നുമില്ല. SI മീൻസ് തെക്കേ ഇന്ത്യ, സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യ മനസ്സിലായല്ലോ കൃത്യമായിട്ട്. നർമ്മദക്ക് സൗത്തിലാണ് സൗത്ത് ഇന്ത്യ. അപ്പൊ ഇത് സൗത്ത് ആണെന്നുള്ള കാര്യം 100% ഓക്കെയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഗോദാവരി. രണ്ടാമത്തെ നദി ചോദിച്ചാൽ അവിടെയും കൃഷ്ണ. അപ്പൊ കൃഷ്ണയും കുറെ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പഠിച്ചോ, സെക്കൻഡ് എഴുതിയിരിക്കുന്നു. എന്താണ്? ഗംഗയുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം വന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. മൂന്നാമത്താണ് കൃഷ്ണ, നാലാമത്താണ് നർമ്മദ. ഒരു സംശയവും വേണ്ട. അടുത്തത് ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അടുത്ത് നോക്കിയേ, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഗോദാവരി. രണ്ടാമത്തത് ചോദിച്ചാൽ കൃഷ്ണ. അവിടെ ഒന്നും സംശയം വേണ്ട. അപ്പൊ മഹാരാഷ്ട്രയുടെ ജീവരേഖയാണെന്ന് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും. അങ്ങനെയൊക്കെ പഠിച്ചു വെക്കരുത്. ഒറിജിനൽ ഉത്തരവൊന്നുമല്ല. ഒറിജിനൽ ഉത്തരം അത് കൊയ്നയാണ്. മഹാരാഷ്ട്രയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണയുടെ പോഷക നദിയായ കൊയ്നയാണ്. എന്നാൽ തെലുങ്കാനയുടെ ജീവരേഖ പ്ലസ് ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അപ്പൊ തെലുങ്കാനയുടെ ജീവരേഖയും ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയും ഗോദാവരിയാണ്. ഗോദാവരി ഛത്തീസ്ഗഡിൽ ഒഴുകുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഛത്തീസ്ഗഡിന്റെ ജീവരേഖ ഗോദാവരിയല്ല, അത് മഹാനദിയാണ്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ കംപ്ലീറ്റ് ജീവരേഖയും കഴിഞ്ഞ് ഈ ഭാഗത്ത് വരുന്നത് മഹാരാഷ്ട്രയുടെ ജീവരേഖ കൊയ്ന. അതെന്തിന്റെ പോഷകതയാണെന്ന് ചോദിച്ചാൽ കൃഷ്ണയുടെ പോഷകതയാണ്. ഇനി ഛത്തീസ്ഗഡിന്റെ ജീവരേഖ മഹാനദി, അതൊരു മെയിൻ നദിയാണ്, പോഷകതയല്ല. ഓക്കെ, തെലുങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ജീവരേഖയാണ് ഗോദാവരി. ഗോദാവരിയുടെ കുറച്ച് പോഷക നദികളൊന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഞാൻ പറയാം, എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞാൽ മതി. ശബരി പറയണേ, കൂടെ പറയണേ. ശബരി, മഞ്ജീര, നല്ല പേരല്ലേ, മഞ്ജീര. പ്രാൺഹിത, സൂപ്പർ പേര്, പ്രാൺഹിത. പൂർണ, അടുത്ത അഞ്ചാമത്തേന്റെ പേരാണ് മാനാർ. ഈ അഞ്ചെണ്ണം ഒരിക്കൽ കൂടി പറയാം. ശബരി, മഞ്ജീര, പ്രാൺഹിത, പൂർണ, മാനാർ. അടുത്തത് വർദ്ധ, വെയിൻഗംഗ, പെൺഗംഗ, ഗൗതമി, ഇന്ദ്രാവതി. ഈ 10 എണ്ണം പഠിക്കണം. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണോ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ, 10 കൂടി ചോദിക്കത്തില്ല. എക്സാമ്പിൾ, ഇന്ദ്രാവതി എന്തിൻ്റെ പോഷകതി, ഇങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഗോദാവരിയുടെ പോഷകതിയാണ്. ആദ്യം മുതൽ ശബരി, മഞ്ജീര, അതിനേക്കാളും സൂപ്പറായ പേരാണ് പ്രാൺഹിത, പൂർണ, മാനാർ. ഞാൻ എഴുതാം, മാനാർ. വർദ്ധ, വെയിൻഗംഗ, ഏഴാമത്തെ പേരാണ്. ഇത് ഓർഡർ ഒന്നുമല്ല, വെയിൻഗംഗ. പെൺഗംഗ, ഗൗതമി, ഇന്ദ്രാവതി. എഴുതാം. ശബരി, മഞ്ജീര, പ്രാൺഹിത, പൂർണ, മാനാർ, വർദ്ധ, വെയിൻഗംഗ, പെൺഗംഗ, ഗൗതമി, ഇന്ദ്രാവതി. ഇതൊക്കെയാണ് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷകതികൾ. ഇവിടുന്ന് 2 ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഗോദാവരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷകതി മഞ്ജീരയാണ്. മഞ്ജീര, ലോങ്ങസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി മഞ്ജീരയാണ്. കാരണം 724 കിലോമീറ്ററോളം ഈ നദിക്ക് നീളമുണ്ട്. പക്ഷേ ഗോദാവരിയുടെ ഏറ്റവും വലിയ പോഷക നദി, വലുതിന്റെ ഇംഗ്ലീഷിൽ ലാർജസ്റ്റ് എന്നാണ്. ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി ചോദിച്ചാൽ അത് പ്രാൺഹിതയാണ്. പ്രാൺഹിതക്ക് 113 കിലോമീറ്റർ മാത്രമേ നീളമുള്ളൂ.
ഈ രണ്ട് നദികളുടെയും നീളം പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മേജർ നദികളുടെ മാത്രം നീളം പഠിച്ചാൽ മതി. ഒരേ ഒരു പോഷക നദിയുടെ നീളം മാത്രമേ ഇന്നേ വരെ PSC ചോദിച്ചിട്ടുള്ളൂ. അത് യമുനയുടെ നീളമാണ്. യമുന നമുക്ക് പഠിക്കുമ്പോൾ അത് പറയാം. അപ്പൊ ഇവിടെ ഈ രണ്ട് ചോദ്യങ്ങളും മനസ്സിലാക്കണം. പ്രാൺഹിത എന്ന് പറയുന്ന നദി പോഷക നദിയാണ് ഗോദാവരിയുടെ. അതിലാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത്. അതിന്റെ നദീതടത്തിനാണ് വിസ്തീർണം കൂടുതൽ. അതുകൊണ്ട് ഇതാണ് വലുത്. എന്നാൽ നീളം കൂടുതൽ മഞ്ചീരയാണ്. ഒരിക്കൽ കൂടി ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷകതകൾ മനസ്സിലായല്ലോ. ശബരി, മഞ്ചീര, പ്രാൺഹിത, പൂർണ്ണ, മാനറക്ക. അതിൽ ഏറ്റവും നീളം കൂടിയത് മഞ്ചീരയും ഏറ്റവും വലുത് ചോദിച്ചാൽ പ്രാൺഹിതയുമാണ്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ശബരി എന്തിന്റെ പോഷകത എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ പമ്പ കയറി വരും. പമ്പ നമ്മുടെ കേരളത്തിന്റെ പമ്പ നദി. എന്നാൽ അല്ല, ഗോദാവരിയുടെ പോഷകതയാണ്. പക്ഷേ ഇവിടെ നോക്കിക്കോ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് പമ്പ നദിയിലാണ്. അപ്പൊ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പ നദിയിലാണ്. പക്ഷേ ശബരി എന്തിന്റെ പോഷകതയാണ്? രണ്ടും വേറെ വേറെ എന്ന് മനസ്സിലായല്ലോ. പേരിന് ചെറിയ സാമ്യമുള്ളൂ. ശബരി ഗോദാവരിയുടെ പോഷകതയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്തൊരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. വെയിൻഗംഗ ചോദിച്ച ചോദ്യമാണ്. വെയിൻഗംഗ എന്തിന്റെ പോഷക നദി ആണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായാലും ഇമ്പോർട്ടന്റ് ആണെന്ന്. ഇതൊന്നും വെറുതെ പറയുന്നതല്ലേ, പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. വെയിൻഗംഗ ഗോദാവരിയുടെ പോഷകതയാണ്. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് വെച്ചോ, ചില നദികളുടെ പേരിന്റെ കൂടെ ഗംഗയെന്നുണ്ടാവും പോഷകതികളിൽ. അതെല്ലാം ഗംഗയുടെ പോഷകതയല്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കിയേ കിഷൻ ഗംഗ എന്തിന്റെ പോഷകതയാണെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ഗംഗയും വന്നു. ഗംഗയുടെ പോഷകതയല്ല, ഇത് ചലം എന്ന് പറയുന്ന നദിയുടെ പോഷകതയാണ്. ചലം നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷകതയും ഇത് തന്നെയാണ്, കിഷൻ ഗംഗ. നമ്മൾ പഠിച്ചാണ് സിന്ധുവിലൊക്കെ ഇത് പറയുകയും ചെയ്തു. അടുത്ത വെയിൻഗംഗ എന്തിന്റെ പോഷകതയാണ്? ഇത് കിടക്കുന്നു ഗോദാവരിയുടെ പോഷകതയാണ് വെയിൻഗംഗ. അടുത്ത പിടിച്ചോ രാംഗംഗ എന്തിന്റെ പോഷകതയാണെന്ന് ചോദിച്ചാൽ അത് ഗംഗയുടെ പോഷകതയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഗംഗ എന്ന് പറയുന്ന പേരിൽ കുറെ പോഷക നദികൾ ഇന്ത്യയിലുണ്ട്. എല്ലാം ഗംഗയുടെ അല്ല, പക്ഷെ ഗംഗയുടെ ഉള്ളതുമുണ്ട്. അതിലൊന്നാണ് രാംഗംഗ, ഗംഗയുടെ പോഷകതി. വെയിൻഗംഗ ഗോദാവരിയുടെ പോഷകതി. പെൻഗംഗയും ഗോദാവരിയുടെ പോഷകതി തന്നെയാണ്, പക്ഷെ വെയിൻഗംഗയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പെൻഗംഗിനേക്കാളും. കാരണം അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അടുത്ത് കിഷൻ ഗംഗ ജലം നദിയുടെ പോഷകതി. അടുത്തൊരു ചോദ്യം നോക്കിയേ, ഈ വർധ എന്ന് പറയുന്ന നദിയില്ലേ, ഇതൊരു ടൈഗർ റിസർവിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന നദിയാണ്. ആ ടൈഗർ റിസർവിന്റെ പേരാണ് ബോർ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്, മഹാരാഷ്ട്രയിൽ വരുന്നതാണ്. മഹാരാഷ്ട്രയിലെ ബോർ ടൈഗർ റിസർവിലൂടെ ഒഴുകുന്ന നദിയാണ് വർധ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. അടുത്ത നമ്മൾ മഞ്ചീരയിലോട്ട് പോവാണ്. അതിനു മുമ്പ് ഒരു തെലങ്കാനയിലെ 2-3 ഡാമുകൾ ഒന്ന് പരിചയപ്പെടാം. നിസാം സാഗർ, ഒസ്മാൻ സാഗർ, ഹുസൈൻ സാഗർ. ഈ 3 ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന തെലങ്കാനയിലാണ്. ഒരിക്കൽ കൂടി എന്റെ കൂടെ പറഞ്ഞാലേ കാര്യമുള്ളേ. അപ്പൊ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പയിലാണ്. ശബരി എന്തിന്റെ പോഷകതയാണ്? ഗോദാവരിയുടെ പോഷകതയാണ്. ഗോദാവരിയുടെ ലോങ്ങസ്റ്റ് പോഷകതി മഞ്ചീരയാണെങ്കിൽ ലാർജസ്റ്റ് പോഷകതി പ്രാൺഹിതയാണ്. അപ്പൊ ഗോദാവരി ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ജീവരേഖയാണ്? എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ നിങ്ങൾ തന്നെ ഒന്ന് പറയണേ, ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ജീവരേഖയാണ് ഗോദാവരി എന്നാണ് ചോദിച്ചത്. ഇതും തെലങ്കാനയും ആന്ധ്രയും. അപ്പൊ ഇതിന്റെ ജീവരേഖ മഹാനദി, ഇതിന്റെ ജീവരേഖ കൊയ്ന എന്തിന്റെ പോഷകതയാണ്? കൃഷ്ണയുടെ വേറൊരു പോഷകതി കൂടിയുണ്ട്. അതിന്റെ പേരാണ് മൂസി എന്ന് പറയുന്ന നദിയുണ്ട്. ഹൈദരാബാദിലേക്ക് ഒഴുകുന്ന ഈ നദിയാണ് മൂസി. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ഡാമുകളുടെയൊക്കെ പേര് പറഞ്ഞു. അതാണ് നിസാം സാഗർ. അടുത്താണ് ഒസ്മാൻ, ഒരാളുടെ പേരാണ് ഒസ്മാൻ സാഗർ. അടുത്ത ഒരാളുടെ പേരാണ് ഹുസൈൻ സാഗർ. എല്ലാത്തിൻ്റെയും പേരിൻ്റെ കൂടെ സാഗർ എന്നുണ്ട്. അപ്പൊ സാഗർ ഒന്ന് എഴുതിയേക്കാം. അപ്പൊ നിസാം സാഗർ, ഒസ്മാൻ സാഗർ, ഹുസൈൻ സാഗർ ഒക്കെ പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഇതിൽ ഒരു ഡാം മഞ്ചീരയിലാണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ABCD പറയുമ്പോൾ MN അങ്ങനെയല്ലേ പോകുന്നത്, MN. അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാമല്ലോ മഞ്ചീര. ഇംഗ്ലീഷ് എഴുതാം, ഇവിടെ ഇംഗ്ലീഷ് തന്നെയല്ലേ. അപ്പോൾ മഞ്ചീര, MANJIRA, മഞ്ചീര, MN. അപ്പൊ മഞ്ചീരയിലെ പ്രധാനപ്പെട്ട ഡാമാണ് നിസാം സാഗർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒസ്മാൻ സാഗറും ഹുസൈൻ സാഗറും ഏത് നദിയിലെ ഡാമാണ്?
ഇവിടെ മൂസി പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മൂസി 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 ഇവിടെ തെറ്റിപ്പോകരുതേ, തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. MUSI മൂസി. മൂസി നദിയിലെ ഡാമാണ് ഒസ്മാൻ സാഗറും ഹുസൈൻ സാഗറും. രണ്ടും M തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ. മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ കൂടി, തെലുങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം, തെലുങ്കാന, ആ സംസ്ഥാനത്താണ് ഈ 3 ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത്. നിസാം സാഗർ, ഓസ്മാൻ സാഗർ, ഹുസൈൻ സാഗർ. ആ ഒരു ഓർഡറിൽ തന്നെ പോവാം. ആദ്യം പറഞ്ഞ നിസാം സാഗർ ആണ്. നിസാം സാഗർ ഗോദാവരിയുമായി ബന്ധപ്പെട്ട ഡാമാണ്. ഗോദാവരിയിൽ ഡയറക്റ്റ് ഉള്ളതല്ല, ഗോദാവരിയുടെ പോഷകനദിയായ മഞ്ചേരിയിലെ ഡാമാണ് നിസാം സാഗർ. മൂസി നദിയിലെ ഡാമാണ് ഓസ്മാൻ സാഗറും ഹുസൈൻ സാഗറും. മൂസി എന്തിന്റെ പോഷകനദിയാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണയുടെ പോഷകനദിയാണ് മൂസി. മറ്റൊരു പ്രീവിയസ് ചോദ്യം വേണോ? കൃഷ്ണയുടെ ഏറ്റവും നീളം കൂടിയ പോഷകനദി ഇതൊന്നുമല്ല, അതിന്റെ പേരാണ് ഭീമ. പ്രീവിയസ് ചോദ്യമാണ്. ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് കൃഷ്ണയാണ് ഭീമ. അപ്പൊ കൃഷ്ണയുടെ 3 പോഷകനദികളായി നമ്മളിപ്പോൾ പഠിക്കുന്നത്: കൊയ്ന, ഭീമ, മൂസി. ബാക്കിയൊക്കെ കൃഷ്ണ പഠിക്കാം. ഇനി നോക്കിയേ, ഈ മഞ്ചേരിയാണെങ്കിലും മൂസിയാണെങ്കിലും രണ്ടും ഹൈദരാബാദുമായി ബന്ധപ്പെട്ട നദികളാണ്. മഞ്ചേരിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരത്തിലേക്കും സെക്കന്ദരാബാദ് എന്ന് പറയുന്ന നഗരത്തിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന നദിയാണ് മഞ്ചേരി. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരത്തിലേക്കും സെക്കന്ദരാബാദ് എന്ന് പറയുന്ന നഗരത്തിലേക്കും, ഇവിടെ HYD SCD എന്നൊക്കെ എഴുതാം. അപ്പൊ ഹൈദരാബാദ് എന്ന് പറയുന്ന നഗരത്തിലേക്കും സെക്കന്ദരാബാദ് എന്ന് പറയുന്ന മറ്റൊരു നഗരത്തിലേക്കും കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രധാന സോഴ്സായ നദിയാണ് മഞ്ചേര. ഗോദാവരിയുടെ ലോങ്സ്റ്റ് പോഷകനദിയാണ് മഞ്ചേര. അടുത്ത ചോദ്യത്തിന്റെ ഈ മാപ്പിൽ നിന്ന് പറയാം. ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പിടിച്ചോ. ഇവിടെ വരുന്ന പട്ടണം, ഇവിടെ തന്നെ ഉത്ഭവ സ്ഥലത്ത് വരുന്ന പട്ടണം നാസിക് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു നാസിക്. അടുത്താണ് തെലങ്കാനയിൽ വരുന്ന ഒരു പട്ടണമുണ്ട് നിസാമാബാദ്. നിസാമാബാദ് എന്ന് പറയുന്ന പട്ടണം തെലങ്കാനയിലും ഉണ്ട്, വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഡൽഹിയിലൊക്കെ ഉണ്ട്. ഇതിപ്പോ തെലങ്കാനയിലെ നിസാമാബാദ് എളുപ്പം. അടുത്ത് ആന്ധ്രാപ്രദേശിലെ പട്ടണമാണ് രാജമുദ്രി. ഒരുപാട് പട്ടണങ്ങളുണ്ട്, നമ്മളതിനകത്ത് ഏറ്റവും ഫേമസ് ആയത് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ ഗോദാവരിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് നാസിക്, നിസാമാബാദ്, നിസാം സാഗർ ഡാം എളുപ്പമല്ലേ, അത് വെച്ച് നിസാമാബാദ്. അടുത്തതിന്റെ പേരാണ് രാജമുദ്രി. ഇതിൽ രാജമുദ്രി എന്ന് പറയുന്ന പട്ടണം ആന്ധ്രാപ്രദേശിലാണ്, നിസാം സാഗർ തെലങ്കാനയിലാണ്, നാസിക് മഹാരാഷ്ട്രയിലാണ്. ഗോദാവരിയുടെ തീരത്തുള്ള ഏറ്റവും വലിയ പട്ടണം നാസിക് ആണ്. ബിഗ്ഗസ്റ്റ് സിറ്റി ഇൻ ദ ബാങ്ക് ഓഫ് റിവർ ഗോദാവരി ചോദിച്ചാൽ നാസിക് ആണ്. രാജമുദ്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാജമുദ്രി എന്ന് പറയുന്ന പട്ടണവുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ്. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ടൊബാക്കോ മീൻസ് മറ്റേ പുകയിലയുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുദ്രിയിലാണ്. ആന്ധ്രാപ്രദേശിലാണ് രാജമുദ്രി. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇങ്ങനെയും ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരു പട്ടണത്തിന്റെ പേര് എന്നിട്ട് ഈ സംസ്ഥാനത്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സിറ്റികളുടെ പേര് വന്നിട്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സെൻട്രൽ കൂടെ പറഞ്ഞാലേ കാര്യമുള്ളേ. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുദ്രി. സെൻട്രൽ ടൊബാക്കോ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഷോർട്ടായിട്ട് എഴുതാം. സെൻട്രൽ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് രാജമുദ്രി. അപ്പൊ ഇനി എനിക്ക് ബോർഡ് വായിച്ചിട്ട് ബാക്കിയുള്ളത് പറയാനുണ്ട്. അതിനുമുമ്പ് ഇവിടെ വല്ല സംശയങ്ങളും ഉണ്ടോ എന്ന് നോക്കിയേ. സംശയമൊന്നും വരേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം കൃത്യമായി കാണിച്ചു തരാൻ പറ്റുന്ന പോലെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ മനസ്സിലായല്ലോ, പശ്ചിമഘട്ടത്തിൽ നിന്ന് ലോങ്ങസ്റ്റ് ആണ്, തെക്കേ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആണ്. അതൊക്കെ എല്ലാം മനസ്സിലാവും, അതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, ഗോദാവരിയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഒന്ന് പരിചയപ്പെടാം. ഡാമുകൾ ഒരുപാടെണ്ണം ഉണ്ട്, പ്രധാനപ്പെട്ടത് മാത്രം. ഒരെണ്ണമാണ് പോച്ചമ്പാട് പദ്ധതി. പ്രീവിയസ് ചോദ്യമാണ്. ഇതിന്റെ മറ്റൊരു പേരാണ് ശ്രീരാം സാഗർ പ്രൊജക്ട് എന്നറിയപ്പെടും. ശ്രീരാം സാഗർ പ്രൊജക്ട് ഇതൊരു ഡാം അല്ല, ശരിക്കും ഒരു ജലവൈദ്യുത പദ്ധതി, ഒരു ഡാം. കുറെ സംസ്ഥാനങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ ഒരു സംഭവം. അപ്പൊ പോച്ചമ്പാട് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഗോദാവരിയിലെ മറ്റൊരു ഡാം ഉണ്ട്, അതിന്റെ പേരാണ് പ്രവിര. ഇത് രണ്ടെണ്ണം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗോദാവരിയിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഡാം ആണ് പോച്ചമ്പാട് പ്രൊജക്ട്.
പോച്ചമ്പാട് പ്രൊജക്റ്റ്. അതിന്റെ മറ്റൊരു പേരാണ് ശ്രീരാം സാഗർ പ്രൊജക്റ്റ്. ശ്രീരാം സാഗർ പ്രൊജക്റ്റ്. പ്രവിനെ മറന്നുപോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്ത് നോക്കിയേ, ഗോദാവരി ഒഴുകുന്നത് കിഴക്കോട്ടാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഒരു നദിയുടെ അവസാന പോർഷനിൽ നദി ഇങ്ങനെ സ്പ്ലിറ്റ് ആയി ഒഴുകുന്ന ഈ ഒരു സംഭവത്തെയാണ് ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു 5ാമത്തെയോ 6ാമത്തെയോ തവണയാണ് ഞാൻ ഈ ഡെൽറ്റനെ കുറിച്ച് പറയുന്നത്. ഇതിന് മുന്നത്തെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പറയുന്നില്ല. അപ്പൊ ഈ ഡെൽറ്റ ഇത് ഗോദാവരി ഡെൽറ്റയാണെന്ന് മനസ്സിലായി. ഗോദാവരി ഡെൽറ്റയുടെ ഭാഗമായ ഒരു കണ്ടൽക്കാടാണ് കൊറിങ്ക കണ്ടൽക്കാട്. ഇമ്പോർട്ടന്റ് ആണ്. ഗോദാവരി ഡെൽറ്റയുടെ ഭാഗമായ കണ്ടൽക്കാടാണ് കൊറിങ്ക കണ്ടൽക്കാട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയുടെ ഭാഗമായ കണ്ടൽക്കാട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സുന്ദർബൻസ് കണ്ടൽക്കാട്. സുന്ദരി എന്ന് പറയുന്ന വനങ്ങൾ ഈ ഭാഗത്ത് ധാരാളം കാണപ്പെടുന്നുണ്ട്, അതിന്റെ പേര് സുന്ദർബൻസ്. ഗോദാവരി ഡെൽറ്റയുടെ ഭാഗമായ ഒരു കണ്ടൽക്കാട്, ഒരു വന്യജീവി സങ്കേതം ഒക്കെയാണ് കൊറിങ്ക കണ്ടൽക്കാട്. അടുത്ത് നോക്കിയേ, പശ്ചിമഘട്ടത്തിൽ നിന്നാണല്ലോ ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് വരുന്ന ഒരു പർവ്വതനിരയാണ് ആരവല്ലി. അപ്പൊ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം, ഇവിടെ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെക്കാൾ പഴക്കം ചെന്നതായിരിക്കും, ഓൾഡ് ആണ്. കാരണം ഹിമാലയം എന്ന് പറയുന്ന പർവ്വതനിര വളരെ പുതിയതാണ്. അങ്ങനെ ആലോചിച്ച് വെക്ക്. നമുക്ക് ഹിമാലയം പഠിക്കുമ്പോൾ അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഇത് പറഞ്ഞാൽ കുറെ സമയം പോകും. അപ്പൊ ഹിമാലയം ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം ഇതൊക്കെ രൂപം കൊണ്ടതിന് ശേഷമാണ് ഹിമാലയം രൂപം കൊണ്ടത്. ഓക്കെ, അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണല്ലോ ഗംഗ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗംഗനേക്കാളും പഴക്കം ചെന്ന നദിയല്ലേ ഗോദാവരി? ഗോദാവരി മാത്രമല്ല, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീളം കൂടിയ എല്ലാ നദികളും, ഈ അടുത്ത് രൂപം കൊള്ളാത്ത പഴയതെല്ലാം, അതേപോലെ ആരവല്ലിയിൽ നിന്നും പൂർവ്വഘട്ടത്തിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന പല നദികളും ഗംഗയേക്കാൾ പഴക്കം ചെന്നതാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഗംഗയും ഗോദാവരിയും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ നീളം കൊണ്ട്, അല്ലെ? ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോദാവരിയാണ് നീളത്തിൽ. അതുകൊണ്ട് തന്നെ ഗോദാവരി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടും. ഗംഗയേക്കാൾ പഴക്കം ചെന്ന നദിയാണ് ഗോദാവരി. അപ്പൊ ഗോദാവരിയുടെ വിശേഷണമാണ് ഓൾഡ് ഗംഗ എന്ന് പറയും. ഓൾഡ് ഗംഗ. ഇതേപോലത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് കൃഷ്ണയും കാവേരിയും പഠിക്കുമ്പോൾ അതിന്റെ റീസൺസ് വെച്ച് കാര്യങ്ങൾ പറയാം. ഇതിപ്പോ ഓർത്ത് വെക്കുക, ഓൾഡ് ഗംഗ അഥവാ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗംഗനേക്കാൾ പഴക്കം ചെന്ന ഗോദാവരിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ കൃഷ്ണക്കും വേണമെങ്കിൽ അങ്ങനെ വിളിച്ചൂടെ, കാവേരിക്കും അങ്ങനെ വിളിച്ചൂടെ, ആരവല്ലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിനും അങ്ങനെ വിളിച്ചൂടെ എന്ന് ചോദിച്ചാൽ ശരിയാണ്, വിളിക്കാം. ഗംഗയേക്കാൾ പഴക്കമുണ്ട്. പക്ഷെ ഗോദാവരിയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. കാരണം നീളവും കൂടി കമ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പറയാം. ഗംഗ കഴിഞ്ഞാൽ പിന്നെ ഗോദാവരിയാണല്ലോ നീളം കൂടുതൽ. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ പറയുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒരു ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്, ഒരു പോസ്റ്റ് ഓഫീസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം എന്ന് പറയുന്ന ആഘോഷം. പുഷ്കാരം ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, അങ്ങനെ പല സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ ഉണ്ടെന്നുണ്ട് കുറച്ച്, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. തെലുങ്കാന, ആന്ധ്രാപ്രദേശിലാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരിയുടെ തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരൻ. അപ്പൊ നമ്മൾ ശബരിയെ കുറിച്ച് പറഞ്ഞു, ഗോദാവരിയുടെ പോഷക നദിയാണെന്ന്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പയിലാണെന്ന് പറഞ്ഞു. ഇന്ദ്രാവതി നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ ഒരു സംഭവം എഴുതിയിൽ ഏറ്റവും അവസാനത്തെ ആയിരുന്നു ഇന്ദ്രാവതി. ഈ ഇന്ദ്രാവതി എന്ന് പറയുന്ന നദി ഛത്തീസ്ഗഡിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ്. ഛത്തീസ്ഗഡിൽ ഒരുപാട് ഘോര വനങ്ങളൊക്കെ കാണപ്പെടുന്നു. ആ ഘോര വനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഇന്ദ്രാവതി. ഈ ഇന്ദ്രാവതിയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അതിന്റെ പേരാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം. അപ്പൊ എളുപ്പമല്ലേ പഠിക്കാൻ? ചിത്രകോട്ട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണെന്ന് ഓർത്തു വെക്കുക, ഇന്ദ്രാവതിയിലാണെന്ന് ഓർത്തു വെക്കുക. ഇന്ദ്രാവതി എന്തിന്റെ പോഷകനദിയാണ്? ഗോദാവരിയുടെ പോഷകനദിയാണ്. ഇനി ഇന്ദ്രാവതി നദിക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ദ്രാവതി, ശബരി എന്ന് പറയുന്ന ഈ 2 നദികൾ പൂർവഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും.
ഒരുപാടെണ്ണം. വേണമെങ്കിൽ ഗോദാവരിനെ കുറിച്ച് മാത്രം മണിക്കൂർ കണക്കിന് ക്ലാസ് എടുക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. പ്രത്യേകിച്ച് PSC എഴുതുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി. എല്ലാം കൂടി പഠിച്ച് അഗാധമായ അറിവ് സമ്പാദിച്ച് ജോലി കിട്ടുകയല്ല വേണ്ടത്. ആദ്യം ജോലി നേടുക, അതിനുശേഷം ബാക്കി ആർക്കും അറിയാൻ പാടാത്തൊക്കെ പഠിക്കാം. അപ്പൊ ഇതൊക്കെയുള്ളൂ ഗോദാവരിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ അവസാനം പറഞ്ഞൊന്നും വേണമെന്നില്ല. ശബരി ഇന്ദ്രാവതി ഉത്ഭവിക്കുന്ന പൂർവ്വഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നല്ല, അതൊന്നും വേണമെന്നില്ല. ഇന്ദ്രാവതി നദിയിലെ വെള്ളച്ചാട്ടം വേണം, ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയുടെ നയാഗ്ര എന്ന് ഇതിനെയും വിളിക്കും, ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തെയും വിളിക്കും. എന്നാൽ PSC ആൻസർ കൊടുത്തത് ഹൊഗനക്കൽ വെള്ളച്ചാട്ടമാണ്. അത് നമുക്ക് കാവേരി പഠിക്കുമ്പോൾ പഠിക്കാം വ്യക്തമായിട്ട്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഗോദാവരിയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഒരു പ്രൊജക്റ്റ് ആണ്. കൂടെ പറയണേ ഉറങ്ങിപ്പോലെ, പോച്ചമ്പാട് പദ്ധതി, മറ്റൊരു പേരാണ് ശ്രീരാം സാഗർ പ്രൊജക്ട്. പറ ശ്രീരാം സാഗർ പ്രൊജക്ട്, പറ ശ്രീരാം സാഗർ പ്രൊജക്ട്. മറ്റൊരു ഡാമാണ് പ്രവിര ഡാം. ഗോദാവരി നദിയുടെ അവസാന ഭാഗമാണ് ഡെൽറ്റ, ഗോദാവരി ഡെൽറ്റ. ആന്ധ്രാപ്രദേശിലൊക്കെയാണ് കാണപ്പെടുന്നത്. ആ ഡെൽറ്റയുടെ ഭാഗമായിട്ട് ഇവിടെ കൊല്ലേരി തടാകമൊക്കെ ഉണ്ട്, അത് നമ്മൾ തടാകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഡെൽറ്റയുടെ ഭാഗമായ ഒരു കണ്ടൽക്കാടാണ് കുറിങ്ക കണ്ടൽക്കാട്. അപ്പൊ എന്തുകൊണ്ട് ഡെൽറ്റയുടെ ഭാഗമായി കണ്ടൽക്കാട് വരുന്നു എന്ന് ഞാൻ ബ്രഹ്മപുത്രയോ ഗംഗയോ പഠിച്ചപ്പോൾ അത് വ്യക്തമായിട്ട് വരച്ചു കാണിച്ചു തന്നു. അപ്പൊ ഇവിടെ ഒന്നും ഒരു സംശയവുമില്ല, വൃദ്ധഗംഗ ഗോദാവരിയാണ്. ഏകദേശ റീസൺ പറഞ്ഞു. ഇങ്ങനെയാണ് റീസൺ, പല പല കാരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നദികൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്ലാസ്സുകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയവും വരത്തില്ല. എന്തുകൊണ്ടെന്നുള്ളത് പലതിൻ്റെയും ഉത്തരങ്ങൾ കിട്ടും. ഇടയിൽ ഒരു ക്ലാസ് എടുത്ത് കാണുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ പഠിച്ച നദികളുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ ഒരു കാലത്തും ഒരു സംശയവും വരത്തില്ല, കുറേ ഐഡിയാസ് കിട്ടും. ഓക്കെ അല്ലേ? ജോഗ്രഫി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും നമുക്ക് വരച്ച് കാണിച്ച് പഠിക്കാൻ പറ്റും. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല, ഒരുപാട് ആൾക്കാർ ജോലി കിട്ടിയിരിക്കുന്ന പല ആൾക്കാരും ഇതേപോലെ ഇന്ത്യയുടെ മാപ്പ് വരച്ച് പലതും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ റൂമുകളിലൊക്കെ ഒട്ടിച്ചും വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഇത് സംഭവം ഒരിക്കലും മറന്നു പോകത്തില്ല. വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും. നാളെ ഒരാൾ വന്നിട്ട് എടാ ഇതിൻ്റെ ഉത്തരം ഇന്നതല്ലേ അല്ലെങ്കിൽ ഇന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്നതല്ല, ഞാൻ പഠിച്ചത് തന്നെയാണ്, കാരണം ഞാനത് വരച്ചാണ് പഠിച്ചത്, എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനും പറ്റും. ഒരു സംശയവും വരത്തില്ല. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രയേ ഉള്ളൂ ഗോദാവരി. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക, എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്ലാസ്സുകളായിട്ട് വീണ്ടും വരാം. നന്ദി.